സുനിച്ചേട്ടാ, ഞാൻ വീട്ടിൽ പോയായിരുന്നു. SIR ഫോം തരാൻ, വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന്റെ ഫോം തരാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഫോമാണ്, ഫോം തരാൻ വേണ്ടി വന്നതാണ്. SIR ചേട്ടൻ അറിയില്ലേ? ഇല്ല. ഇപ്പൊ ചേട്ടൻ പേപ്പറിലൊക്കെ വായിച്ചില്ലേ? അടുത്ത സംഭവങ്ങളൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. അതെ, പ്രഭാഷണം തുടരാണ്ട. നമ്മുടെ SIR ഫോമായിട്ട് വീടുകളിലേക്ക് BLO ഓഫീസേഴ്സ് വന്നിട്ടുണ്ടാവില്ലേ? അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾക്കൊന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് എൻ്റെ സുഹൃത്തും നമ്മുടെ നാട്ടുകാരനുമായ BLO അനിരുദ്ധൻ സാറ് ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഇവരുടെ ജോലിഭാരമൊക്കെ വളരെ കൂടുതലായിട്ടോ. നമ്മളും കുറേയൊക്കെ കോപ്പറേറ്റ് ചെയ്യുക. കാരണം ഇവർ ഒരു വീട്ടിൽ നിന്ന് രാവിലെ 9:00 ഇറങ്ങിയ രാത്രി 10:30 ഒക്കെയാണ് വീട്ടിൽ ചെല്ലുന്നത്. കാരണം ആളുകളെ കണ്ടു കിട്ടാഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കി ഇവരുമായിട്ട് ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യണം. കുറേ ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിരുദ്ധൻ എന്നാണ്. ഞാൻ ഐക്കരനാട് പഞ്ചായത്തിൽ 117 ബൂത്തിലെ BLO ആണ്. അപ്പോൾ ഞാൻ SIRനെ പറ്റി പറയാനാണ്, നിങ്ങളോട് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. എന്താണ് SIR? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അതായത് വോട്ടർ പട്ടിക സമഗ്രമായിട്ട് പരിഷ്കരിക്കുക. ആ സമഗ്രമായിട്ട് പരിഷ്കരിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വോട്ടർ പട്ടിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത ആൾക്കാരാണ്. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഞങ്ങൾ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളെ പരിഷ്കരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിഷ്കരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് മരിച്ചുപോയ ആളുകളെ നീക്കം ചെയ്യുക, ഷിഫ്റ്റായി പോയിട്ടുള്ള ആളെ, വീട് വിറ്റ് പോയിട്ടുള്ള ആളുകളെ നീക്കം ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരെ, കല്യാണം കഴിച്ചുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളുകളെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമഗ്രമായിട്ട് പരിഷ്കരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഈ നിലവിൽ ഈ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇത് SIR ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ പഴയ വോട്ടർ പട്ടിക അസാധുവായി. അപ്പോൾ പുതിയതായിട്ട് നമുക്കൊരു വോട്ടർ പട്ടിക വേണം. അതിന് എല്ലാ വോട്ടർമാരെയും ആദ്യം മുതൽ 1 മുതൽ എല്ലാ വോട്ടർമാരെയും പേര് ചേർത്ത് അവരുടെ ഡീറ്റെയിൽസ് ചേർത്ത് നമുക്ക് പുതിയ വോട്ടർ പട്ടിക ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. ഇതാണ് SIR എന്ന് പറയുന്ന സംവിധാനം. ഈ SIR എന്ന് പറഞ്ഞ സംവിധാനത്തിൽ നിങ്ങളുടെ എല്ലാ വീടുകളിൽ ഇതുപോലെ ഒരു ഫോം നിങ്ങളുടെ BLO കൊണ്ട് തന്നിട്ടുണ്ടാകും. എല്ലാ വീടുകളിലും കിട്ടിക്കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വോട്ടർമാർക്കും നേരിട്ട് ഇത് തരണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാവരും നേരിട്ട് വീടുകളിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഈ എത്തിക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഫില്ല് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ ആളുകൾക്കുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊന്ന് ദൂരീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ അതിനകത്ത് ആദ്യം പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ വോട്ടറുടെ ഫോട്ടോ ഉണ്ടാവും. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു കോളം ബ്ലാങ്ക് ആയിട്ട് കിടപ്പുണ്ട്. ആ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് ആ വോട്ടറുടെ ഫോട്ടോ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ ഫോട്ടോ എടുത്ത് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വോട്ടർ പട്ടിക വരുമ്പോൾ നിങ്ങളുടെ പുതിയ ഫോട്ടോ അവിടെ വരും. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മേളിലായിട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ വോട്ടറുടെ ഡീറ്റെയിൽസ് കാണാം, വോട്ടറുടെ ബൂത്തിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതുപോലെ തന്നെ ഇവിടെയും കാണാം ബേസിക് ഇൻഫർമേഷൻ. ഇവിടെ ഫില്ല് ചെയ്യേണ്ട, ഈ ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അവിടെ കാണാം. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതിൻ്റെ താഴത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ആധാർ നമ്പർ കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഫോൺ നമ്പർ കൊടുക്കണം. അതിൻ്റെ താഴത്ത് പിതാവിൻ്റെ നമ്പർ, പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര്, പങ്കാളിയുടെ പേര്, അങ്ങനെ 3 കോളം കാണാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇലക്ട്രൽ ID കാർഡിൻ്റെ നമ്പറാണ്. ഇലക്ട്രൽ ID കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വോട്ടർ ID കാർഡില്ലേ, വോട്ടർ ID കാർഡിൻ്റെ നമ്പറാണ് ഇത് കൊടുക്കേണ്ടത്. അതിന് പുതിയതായിട്ട് സർക്കാർ പറഞ്ഞേക്കുന്നതാണ് എപ്പിക് എന്നുള്ള നമ്പർ, ഇലക്ട്രൽ ഫോട്ടോ ID കാർഡ് എന്നാണ് അതിൻ്റെ ചുരുക്കെഴുത്താണ് എപ്പിക് എന്ന് പറഞ്ഞത്. ഒന്നും പേടിക്കാനില്ല. അതേ മേളിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പിക് എന്ന് പറഞ്ഞ ആ നമ്പർ മേളിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും കാര്യമാണ് ബേസിക് ഇൻഫർമേഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ താഴത്തുള്ള കോളങ്ങൾ നമ്മൾ പൂരിപ്പിക്കേണ്ടത്
ഇപ്പം ഒരു മകൻ്റെ പേര് 2002 SIR മകൻ്റെ പേരില്ലെങ്കിൽ അച്ഛൻ്റെ പേര് ഉണ്ടെങ്കിൽ ആ അച്ഛൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് ഇവിടെ പൂരിപ്പിക്കാം. ഇനിയിപ്പോൾ അതില്ലാത്ത ഒരാൾ കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് മകൻ്റെ ഭാര്യ ഇപ്പോൾ 2002 ശേഷം മകൻ്റെ ഭാര്യ കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരുടെ 2002 അവരെവിടെയായിരുന്നോ അവിടുത്തെ ഡീറ്റെയിൽസ് നമ്മൾ ഫർണിഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നിങ്ങളുടെ BLO ആയിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ് ceo.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ പൂരിപ്പിക്കേണ്ട കോളമാണ് ഈ രണ്ടും. നിലവിലെ SIR ഉണ്ടെങ്കിൽ, നിലവിലെ 2002 SIR ഉണ്ടെങ്കിൽ ആ കോളം ഇവിടെ ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എവിടെയാണോ 2002 നിങ്ങൾ എവിടെയായിരുന്നോ അവിടുത്തെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇവിടെ ഫില്ല് ചെയ്യണം. ഇത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ അതിനുശേഷം ഈ താഴെയായിട്ട് ഇത് നിങ്ങളുടെ ഒപ്പിടണം. അതിൻ്റെ താഴത്ത് BLO സൈൻ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും, ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് വരും. ഇനി ഒരാൾക്ക് 2 ഫോമാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാം ഒരാൾക്ക് 2 ഫോമുണ്ട്. ഒരു ഫോം ഇത്, ഒരു ഫോം ഇത്, രണ്ടും ഒരാളുടെ തന്നെ ഫോമാണ്. 2 ഫോമുണ്ട്. ഈ 2 ഫോമിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോം നിങ്ങൾക്ക് റെസീറ്റായിട്ട് ഈ BLO വാങ്ങിയിട്ട് പോകുമ്പോൾ ഒരു ഫോം നിങ്ങൾക്ക് തന്നിട്ട് പോകും. തന്നിട്ട് പോകണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കരട് വോട്ടർ പട്ടിക വരുമ്പോൾ നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാനുള്ള ഒരു സാധനമാണത്. നിങ്ങൾക്കത് ക്ലെയിം ചെയ്യണം. ഞങ്ങളിത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താണ്, എന്തോ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാൽ അത് വന്നില്ല എങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഈ തരുന്ന 2ാമത്തെ ഫോം. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് 2 ഫില്ലപ്പ് ചെയ്തിട്ട് 2 ഒരേ ഫോമാണ്. ഒരെണ്ണം നിങ്ങൾക്ക് തന്നിട്ട് പോകും, ഒരെണ്ണം BLO കൊണ്ടുപോകും. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ BLOൻ്റെ നമ്പർ മുകളിലുണ്ടാവും. നിങ്ങൾ BLOൻ്റെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും BLO പറഞ്ഞു തരും. BLOൻ്റെ നമ്പർ അതിൻ്റെ മുകളിൽ തൊട്ട് താഴത്തായിട്ട് BLOൻ്റെ നമ്പർ ഉണ്ടാവും. ആ BLOൻ്റെ നമ്പറിൽ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഒരാൾ പോലും നിങ്ങൾ വോട്ട് ചേർക്കാതിരിക്കരുത്. ഇതിൻ്റെ ഒരു മോട്ടീവ് ഇതിൻ്റെ മോട്ടീവല്ല, ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെയും ഒഴിവാക്കില്ല, അർഹരായിട്ടുള്ള ഒരാളെയും ഒഴിവാക്കില്ല, അനർഹരായിട്ടുള്ള എല്ലാവരെയും ഒഴിവാക്കും. അതാണ് നമ്മളുടെ മോട്ടോ. അപ്പോൾ ആ മോട്ടോ പ്രകാരമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും അർഹതയുള്ള ഒരാളെ പോലും വോട്ട് ചേർക്കാതിരിക്കില്ല. നിങ്ങളെല്ലാവരും ഇതിനകത്ത് പങ്കാളികളാവണം. തീർച്ചയായിട്ടും നിങ്ങൾ ഫോം ഫില്ലപ്പ് ചെയ്ത് എല്ലാവർക്കും BLOക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.